വെൽക്കം ഔട്ട് മാസ്റ്റർ മൈൻഡിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഡിഗ്രി പ്രിലിംസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഗ്രി പ്രിലിംസിനെ ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഡിഗ്രി പ്രിലിംസിന് മാത്രമല്ല മെയിൻസിലേക്ക് വരുമ്പോഴേക്കും ഇതിലെ പല ടോപ്പിക്കുകളും മെയിൻസിലോട്ടും വരുന്നുണ്ട്. ഫിസിക്സിലെ കുറേ പോർഷൻസ്, ISRO ഇതൊക്കെ മെയിൻസിലും ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഊന്നി വളരെ ആഴത്തിൽ പഠിക്കണമെന്ന് ചോദിച്ചാൽ പഠിക്കണം. കാരണം അതിലെ ഒരുപാട് ടോപ്പിക്ക് നമുക്ക് മെയിൻസിലോട്ട് ആവശ്യമുണ്ട്, ഒരുപാട് ടോപ്പിക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതിലെടുത്തിരിക്കുന്ന 2025 ഏറ്റവും അവസാനമായിട്ട് ഡിഗ്രി പ്രിലിംസ് നടന്ന 2025 കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും അവസാനമായിട്ട് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. അപ്പോൾ പ്രോട്ടോകോൾസിനെ പറ്റി പറയുമ്പോൾ മെയിനായിട്ടുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റാംസാർ സൈറ്റ്, റാംസാർ കരാർ അല്ലെങ്കിൽ റാംസാർ ഈ എഗ്രിമെൻറ്റ്, അതിനെപ്പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതേ ഇമ്പോർട്ടൻസിൽ പഠിക്കേണ്ട ഒരു സാധനമാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ അല്ലെങ്കിൽ എടുത്തൊരു എഗ്രിമെൻറ്റാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, മോൺട്രിയൽ പ്രോട്ടോകോളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കണക്കാക്കുന്ന കാര്യമാണ് ഇത് എല്ലാ രാജ്യങ്ങളും 197 രാജ്യങ്ങളും ഒപ്പുവച്ച് അല്ലെങ്കിൽ സമ്മതിച്ച് അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്ത ഒരേ ഒരു പ്രോട്ടോകോൾ, ഒരേ ഒരു എഗ്രിമെൻറ്റ് യു എന്നിൻ്റെ എല്ലാവരും ഈ വികസന സൂചിക അങ്ങനെ ഒരുപാട് റാംസർ സൈറ്റ് അങ്ങനെ നമ്മൾ ഒരുപാട് കരാറുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ രാജ്യങ്ങളും ഒപ്പുവച്ച ഒരേ ഒരു കരാർ ഏതെന്ന് ചോദിച്ചാൽ അത് മോൺട്രിയൽ പ്രോട്ടോക്കോളാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു പ്രോട്ടോക്കോളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് പഠിച്ചു വച്ചിരിക്കണം, ഉറപ്പായിട്ടും നമ്മൾ പഠിച്ചു വച്ചിരിക്കണം. അപ്പോൾ ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് ഇതിൻ്റെ ഡെഫിനിഷനിലേക്കും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്കും കടന്നതിന് ശേഷം തിരിച്ചിതിലേക്ക് വരാം. അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് എന്താണ്? ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിൻ്റെ നിർമ്മാണം നിർത്തിക്കൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെൻ്റാണ്. അപ്പോൾ ഓസോൺ പാളിയെ സംരക്ഷിക്കാനുള്ള ഒരു എഗ്രിമെൻറ്റ് എന്ത് നിർത്തിക്കൊണ്ടാണ്? അതിൻ്റെ കെമിക്കൽസ് ഓസോൺ ഇല്ലാതാക്കുന്ന കുറേ കെമിക്കൽസ് ഉണ്ട്, കുറേ കെമിക്കൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള CFC ആണ് ഓസോണിലെ വിള്ളൽ വീഴ്ത്തുന്ന ഏറ്റവും അപകടകാരിയായിട്ടുള്ള കെമിക്കൽ. അപ്പോൾ ഇവയുടെ നിർമ്മാണം നിർത്തിക്കൊണ്ട് പാളിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എഗ്രിമെൻറ്റ്, അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത് ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കെമിക്കൽസിൻ്റെ നിർമ്മാണം നിർത്താൻ, രണ്ടാമത് കെമിക്കൽസിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ, മൂന്നാമത്തത് 1987 ഒപ്പിട്ടത്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അതിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് കറക്റ്റ്, അല്ലെങ്കിൽ എല്ലാം കറക്റ്റാണോ, എല്ലാം ശരിയാണോ എന്നാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എന്താണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് മോൺട്രിയൽ പ്രോട്ടോകോൾ? മോൺട്രിയൽ പ്രോട്ടോകോളിനെ കുറിച്ച് എന്താണ് അതിൻ്റെ ഉള്ളിൽ പറയുന്നത്? ഏത് വർഷമാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവച്ചിരിക്കുന്നത്? ഏത് വർഷമാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ? മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 നമ്മൾ അതിൽ കണ്ടായിരുന്നു. 1987 അംഗീകരിച്ച ഒരു അന്താരാഷ്ട്ര കരാർ, UN കരാറുകളെല്ലാം അറിയപ്പെടുന്നതാണ് അന്താരാഷ്ട്ര കരാർ. അതൊരു ആഭ്യന്തര കരാറല്ല, ഒരു അന്താരാഷ്ട്ര ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ്. അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 ഒപ്പുവച്ചിരിക്കുന്നത്. ഭൂമിയിലെ ഓസോൺ പാളി സംരക്ഷിക്കാൻ, എന്തിനു വേണ്ടിയാണ്? ഓസോൺ പാളിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു എഗ്രിമെൻ്റാണ്. അതിനെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുകയും പിന്നീട് പൂർണ്ണമായി നിർത്തുകയും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? കുറയ്ക്കുകയും വേണം, പൂർണ്ണമായി നിർത്തുകയും വേണം. അപ്പോൾ ആ 2 സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ മുന്നേ വായിച്ച 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റല്ലേ? കറക്റ്റാണ്. ആദ്യം വായിച്ച 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു 1987 ഒപ്പിട്ടെന്ന്, അതും കറക്റ്റാണ്. അപ്പോൾ അത് 3 സ്റ്റേറ്റ്മെൻറ്റും അവിടെ കറക്റ്റാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഭൂമിയുടെ ഓസോൺ പാളി എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത്? അവയുടെ ഉപയോഗം, അവയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ CFC പോലുള്ള രാസവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണം. ആദ്യം നമുക്ക് ഒറ്റ അടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ നിർത്തലാക്കാൻ പറ്റില്ല. ആദ്യം പതിയെ ഒന്നി അതിനൊരു ആൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ച്, ഒരു പുതിയ ആൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ച് അതിന് സമാനമായിട്ടുള്ള എന്തെങ്കിലും വിഷവാതകമല്ല അല്ലെങ്കിൽ രാസവസ്തുക്കൾ അതിനെ നശിപ്പിക്കാത്ത ഒരു ആൾട്ടർനേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ച് പതിയെ പൂർണ്ണമായിട്ടും അതിൻ്റെ ഉപയോഗം എന്ത് ചെയ്യണം? നിർത്തണം.
ഒറ്റയടിക്ക് നമുക്ക് എന്തായിരുന്നാലും നിർത്താൻ പറ്റത്തില്ല. കാരണം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വേറെ പല വസ്തുക്കളും ഉണ്ടാവും. അപ്പോൾ ഒറ്റയടിക്ക് ഒരു രാസവസ്തു നിർത്തലാക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ അതിനൊരു ആൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുക, അതിനേക്കാളും സേഫായിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുക എന്നതിന് ശേഷം അതിനെ പൂർണ്ണമായിട്ടും അതിൻ്റെ ഉപയോഗം എന്ത് ചെയ്യണം, നിർത്തലാക്കണം. അപ്പോൾ ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഓസോണിൻ്റെ സംരക്ഷണം നേടിയെടുക്കാൻ എന്ത് പ്രോട്ടോക്കോളിൽ പറയുന്നത്, മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഏത് വർഷം? 1987. ഇതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇനി അതിലെ മെയിൻ പോയിന്റ്സ് നമുക്ക് PSC പഠിക്കുമ്പോൾ പോയിന്റ് വൈസ് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. PSC പഠിച്ചു വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ക്യാപ്സ്യൂൾ രൂപത്തിൽ പഠിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ മണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകത്തില്ല. അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്തിരിക്കും. ഫിക്സേഷൻ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്തിൻ്റെ സംരക്ഷണമാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന പ്രോട്ടോക്കോൾ എഗ്രിമെൻ്റ് കൊണ്ട് അടിസ്ഥാനമായിട്ട് ഉദ്ദേശിക്കുന്നത്? ഓസോൺ പാളിയുടെ സംരക്ഷണം. ഓസോൺ പാളി സംരക്ഷിക്കുക എന്നുള്ളതാണ് എന്തിൻ്റെ ലക്ഷ്യം? മോൺട്രിയൽ പ്രോട്ടോക്കോളിൻ്റെ ലക്ഷ്യം. ഇനി എന്ത് കാരണം? ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, ഞാൻ നേരത്തെ പറഞ്ഞു CFC ആണ് ഈ ഓസോൺ പാളിയുടെ വിള്ളൽ. ഹാലോൺ സംയുക്തങ്ങൾ, അതേപോലെ ക്ലോറോ CFCs, ഇവയാണ് എന്തുണ്ടാക്കുന്നത്? ഓസോണിൽ വിള്ളലുണ്ടാക്കുന്നത് തുടങ്ങിയ രാസവസ്തുക്കൾ ഓസോൺ പാളി നശിപ്പിക്കുന്നു. CFC, ഹാലോൺ പോലുള്ള രാസവസ്തുക്കളാണ് എന്ത് നശിപ്പിക്കുന്നത്? ഓസോണിലെ വിള്ളൽ വീഴ്ത്തുന്ന രാസവസ്തുക്കളാണ് CFC, ഹാലോൺ. അപ്പോൾ ഓസോൺ പാളിയുടെ നാശത്തിന് അല്ലെങ്കിൽ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഏതെന്ന് ചോദിച്ചാൽ CFCയും ഹാലോൺ തുടങ്ങിയ രാസവസ്തുക്കളാണ്. ഇനി ഇത് ഒപ്പുവെച്ച വർഷം, അത് ആ ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വർഷമായിരുന്നാലും ഡേറ്റ് ആയിരുന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1987 സെപ്റ്റംബർ 16 എത്ര രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു വസ്തുതയാണ്. 197 രാജ്യങ്ങൾ ഒപ്പുവെച്ച ഒരേ ഒരു പ്രോട്ടോകോൾ, UN-ൻ്റെ എല്ലാ രാജ്യങ്ങളും അംഗത്വമുള്ള എല്ലാ രാജ്യങ്ങളും ഒപ്പുവെച്ച ഒരേ ഒരു പ്രോട്ടോകോളാണ് ഇൻ്റർനാഷണൽ അഗ്രിമെൻ്റ്, അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തിനാണ്? ഓസോൺ പാളിയുടെ സംരക്ഷണം. എന്താണ് ഓസോൺ പാളിയുടെ വിള്ളലിൻ്റെ കാരണം? CFC, ഹാലോൺ പോലുള്ള രാസവസ്തുക്കൾ. എന്നാണ് ഒപ്പുവെച്ചത്? 1987 സെപ്റ്റംബർ 16. ഡേറ്റും വർഷവും പഠിച്ചു തന്നെ വയ്ക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി പ്രാബല്യത്തിൽ വന്നത് 1989 ജാനുവരി 1-നാണ്. 89 ജാനുവരി 1 ഈ ഡേറ്റും പഠിക്കുക. കാരണം അടുത്ത് ചിലപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചോദിച്ചേക്കാം. പ്രിലിംസ് ആയതുകൊണ്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അടുത്ത് വീണ്ടും കയറി ചോദിച്ചേക്കാം. 87 സെപ്റ്റംബർ 16 ഒപ്പുവച്ചു. നിലവിൽ വന്നത് എന്നു ചോദിച്ചാൽ 1989 ജാനുവരി 1-നാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത്. ഇപ്പോൾ തന്നെ എഴുതി പഠിച്ചോളണം. ഒപ്പുവച്ച ദിവസം അല്ലെങ്കിൽ ഒപ്പുവച്ച തീയതി 1987 സെപ്റ്റംബർ 16. നിലവിൽ വന്ന തീയതി അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്ന തീയതി 1989 ജാനുവരി 1. ഈ രണ്ട് ഡേറ്റുകളും മോൺട്രിയൽ പ്രോട്ടോക്കോളിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തൊരു വസ്തുതയാണ്, 197 രാജ്യങ്ങൾ ഒപ്പുവെച്ചു. എല്ലാ രാജ്യങ്ങളും, അംഗത്വമുള്ള എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ച ഒരേ ഒരു അന്താരാഷ്ട്ര കരാർ അല്ലെങ്കിൽ ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. അതും ഓർമ്മയിലിരിക്കട്ടെ. ഇനി ഇതിൻ്റെ ഫലമായിട്ട് എന്താണ്? ലോകരാജ്യങ്ങൾ ചേർന്ന് ഹാനികരമായ രാസവസ്തുക്കളുടെ ഉപയോഗം കുറച്ചു. ഹാനികരമായ രാസവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി പറ്റി. ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. മോൺട്രിയൽ പ്രോട്ടോക്കോളാണ് അതിന് കാരണം. അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോക്കോളിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. മോൺട്രിയൽ പ്രോട്ടോക്കോളിൻ്റെ എന്ന് പറയുന്നത് എന്താണ്? താഴെ തന്നിരിക്കുന്നു. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിൻ്റെ രാസവസ്തുക്കളുടെ നിർമ്മാണം നിർത്തിക്കൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുക. നമ്മൾ പറഞ്ഞായിരുന്നു CFC പോലുള്ള ഹാലോൺ പോലുള്ള രാസവസ്തുക്കളുടെ നിർമ്മാണം നിർത്തുക അല്ലെങ്കിൽ ഉപയോഗം നിർത്തുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ നിർമ്മാണം നിർത്താം. അപ്പോൾ അതുവഴി ഓസോൺ പാളിയെ സംരക്ഷിക്കാം. അത് ശരിയാണ്. രണ്ടാമത്തത്, ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഓസോൺ പാളി. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒറ്റയടിക്ക് നമുക്ക് നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യം കുറയ്ക്കുക, പിന്നെ നിർത്തുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്.
മൂന്നാമത്തത് 1987 ഒപ്പിട്ടത്. കറക്റ്റ്, നമ്മൾ പഠിച്ചായിരുന്നു ഒപ്പുവെച്ച ഡേറ്റ് എന്നാണ് 1987 സെപ്റ്റംബർ 16. പ്രാബല്യത്തിൽ വന്നത് 1989 ജാനുവരി 1. അപ്പോൾ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹരിതഗൃഹ വാതകങ്ങളും ഗ്ലോബൽ വാർമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടോപ്പിക്ക് എന്തായിരുന്നാലും പഠിക്കാതെ പോകരുത്. ഗ്ലോബൽ വാർമിംഗ് കാരണം അതിൻ്റെ GWP എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനൊക്കെ, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സാധ്യത, ഗ്ലോബൽ വാർമിംഗ് എത്രത്തോളം നടക്കാൻ സാധ്യതയുണ്ട് അതിനെ അളക്കുന്ന യൂണിറ്റ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയൊക്കെ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ആ പോർഷൻ നോക്കാതെ പോകരുത്. ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്, ആ ഏരിയയിൽ നിന്ന് ഷുവറാണ്. ഹരിതഗൃഹ വാതകങ്ങളും അവയെ ചുറ്റിപ്പറ്റിയുള്ള ഗ്ലോബൽ വാർമിങ്ങും ഇതെല്ലാം ഈ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ മെയിൻസിലോട്ട് പോകുമ്പോഴായിരുന്നാലും പരിസ്ഥിതിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയാണ് ഹരിതഗൃഹ വാതകവും ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഇത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ ഹരിതഗൃഹ വാതകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ എടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്തേ പറ്റുള്ളൂ. ചോദിച്ചേക്കാം. പൊട്ടൻഷ്യൽ കുറവാണ് മീഥേൻ അപ്പോൾ താഴെ പറയുന്ന ഹരിതഗൃഹ വാതകങ്ങളെക്കാളും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവാണ് മീഥേൻ വാതകത്തിന്. ഏതിനാണെന്നാണ് സത്യം പറഞ്ഞാൽ ചോദ്യം ഇവിടെ. അത് ഇതിൽ ഏതിനായിരുന്നു? ഹരിതഗൃഹ വാതകം ഈ മീഥേനേക്കാളും കുറവ് പൊട്ടൻഷ്യൽ ഉള്ളത് ഏതിനായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ അത് കാർബൺ ഡൈ ഓക്സൈഡിനാണ്. കാർബൺ ഡൈ ഓക്സൈഡിനാണ് മീഥേനേക്കാളും കുറവ്. മീഥേനേക്കാളും കൂടുതൽ നൈട്രസ് ഓക്സൈഡിനാണ്. അപ്പോൾ മീഥേനേക്കാളും കുറവ് പൊട്ടൻഷ്യൽ ഉള്ളത്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് പൊട്ടൻഷ്യൽ കുറവുള്ളത്, GWP അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവുള്ളത് ഏതിനെന്ന് ചോദിക്കാം. അപ്പോൾ ഏതിനാണ് മീഥേനേക്കാളും കുറവുള്ളത്? മീഥേനേക്കാളും കുറവുള്ളത് ഏതെന്ന് ചോദിച്ചാൽ മീഥേന് കൂടുതലുണ്ട്. ഏതിനേക്കാളും? CO2 കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും. ഇനി മീഥേനേക്കാളും കൂടുതലുള്ളത് ഏതിനാണ്? നൈട്രസ് ഓക്സൈഡിനാണ്. അത് ഇവിടെ ഉണ്ട്, നൈട്രസ് ഓക്സൈഡിനാണ് മീഥേനേക്കാളും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ളത്. നൈട്രസ് ഓക്സൈഡിനാണ് മീഥേനേക്കാളും പൊട്ടൻഷ്യൽ കൂടുക. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇത് അളക്കുന്നത്, ഈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ അളക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം നോക്കുമ്പോഴേക്കും കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും മീഥേനേക്കാളും നൈട്രസ് ഓക്സൈഡ്. അപ്പോൾ ഏറ്റവും കുറവ് ഏതിനാണ്? മീഥേനേക്കാളും കുറവ് അവിടെ ഒരാളേ ഉള്ളൂ, അതാരാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ ഇനി ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ട് അതിൻ്റെ വസ്തുതകൾ നമ്മൾ പഠിച്ചു വെച്ച് തന്നെ പോവുക. അപ്പോൾ അതിലെ ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ് കാരണം, ഗ്ലോബൽ വാർമിംഗ് നടക്കാനുള്ള കാരണം ആരാണ്? ഗ്ലോബൽ വാർമിംഗ് നടക്കാനുള്ള കാരണക്കാരൻ ആരാണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ പെടുന്നത് ആരൊക്കെയെന്ന് വേണമെങ്കിൽ ചോദിക്കാം. വേണമെങ്കിൽ ഒരു 4-5 ഓപ്ഷൻസ് ഒക്കെ തന്നിട്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറയാം. പഠിച്ചു വച്ചിരിക്കേണ്ട സാധനങ്ങൾ എന്തായിരുന്നാലും പഠിച്ചു വച്ചിരിക്കുക. 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 3 മറന്നു പോകരുത്. നൈട്രസ് ഓക്സൈഡ്, മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് 3 മറക്കരുത്. ഇത് 3 തെറ്റിപ്പോവുകയും ചെയ്യരുത്. നൈട്രസ് ഓക്സൈഡാണ്. നൈട്രജൻ്റെ നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന സംയുക്തമാണ് അവിടെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. നൈട്രജൻ മാത്രമായിട്ട് നിന്നാൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാകത്തില്ല. നൈട്രജൻ ഓക്സിജനുമായിട്ട് ഒരു ഓക്സൈഡ് ഉണ്ടാക്കുന്നു. നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന ഓക്സൈഡ് ഉണ്ടാക്കിയാൽ മാത്രമേ അവിടെ എന്തുണ്ടാകുള്ളൂ? ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാകുള്ളൂ. അപ്പോൾ ആഗോളതാപനം, ഇപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണം ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഈ ഗ്ലോബൽ വാർമിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്നൊരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. ഗ്ലോബൽ വാർമിംഗ് നടക്കുന്നത്, ഇപ്പോൾ ഇത് ഭൂമിയുടെ പ്രതലമാണെന്ന് വിചാരിക്കുക. ഇത് സൂര്യനാണെന്നും കരുതുക. അപ്പോൾ സൂര്യനിൽ നിന്ന് കിരണങ്ങൾ എവിടെ എത്തും? ഭൂമിയുടെ പ്രതലത്തിലോട്ടെത്തും. ഭൂമി എത്തുന്നതിൻ്റെ ഒരു 20% വരെ എന്ത് ചെയ്യും? ആഗിരണം ചെയ്യുമെന്ന് കരുതുക. ബാക്കി ഇൻഫ്രാറെഡ് റേസ് ആയിട്ട് എന്ത് ചെയ്യും? ഇൻഫ്രാറെഡ് റേസ് ആയിട്ട് തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് വിടും. ഇവിടെ വന്ന് പതിച്ചിട്ട് തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് പോകും. ഈ അന്തരീക്ഷത്തിലേക്ക് പോകുന്ന സമയം ഇവിടെ എന്തുണ്ടാവും? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ടാവും. ഈ മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് പോലെയുള്ള ഗ്യാസസ് അവിടെ എന്ത് ചെയ്യും? തങ്ങി നിൽക്കും. ഓസോണും ഒരു കാരണമാണ് കേട്ടോ. ഓസോൺ O3 ഓസോണാണ്. ഓസോണും ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ്. പക്ഷേ
ഓസോൺ ഇതിൻ്റെ അത്ര എഫക്റ്റ് ഉണ്ടാകുന്ന ചോദിച്ചാൽ ഓസോൺ മാത്രം നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ചൂട് അതിനെ അതേപോലെ നിലനിർത്തും. പക്ഷേ ഈ ബാക്കിയുള്ള ഗ്യാസസും കൂടെ അവിടെ വരുമ്പോഴേക്കും എന്ത് ചെയ്യും, ചൂടിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടും. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് നിൽക്കുമ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ത് ചെയ്യും, ഇൻഫ്രാറെഡ് റേസ്, ഈ വരുന്ന ഇൻഫ്രാറെഡ് റേസിന് പുറത്തോട്ട് പോകാൻ സമ്മതിക്കില്ല. പകരം എന്ത് ചെയ്യും, ഇത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് ഭൂമിയിലോട്ട് തന്നെ വരും. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ അത് വരും. അപ്പോൾ എന്ത് ചെയ്യും, അന്തരീക്ഷത്തിൻ്റെ താപനില, ഭൂമിയുടെ സർഫസിലെ താപനില വളരെയധികം കൂടും, ക്രമാതീതമായിട്ട് കൂടും. ഇതാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് അറിയാൻ പറ്റുന്നത് അന്റാർട്ടിക്കയിലെ ഐസ് ഉരുകുന്നത് ക്രമാതീതമായിട്ട് വളരെ വളരെ വലിയ റേറ്റിലാണ് അന്റാർട്ടിക്കയിലെ ഐസ് ഉരുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എഫക്റ്റ് എന്ന്, ഇമ്പാക്റ്റ് എന്ന്. ഒരു ഫോസിൽ ഫ്യൂവൽസിൽ നിന്നാണ് എന്ത് വരുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ വരുന്നത്. മീഥേൻ അല്ലാത്ത നമ്മുടെ കെമിക്കൽ പ്രവർത്തനങ്ങളിൽ നിന്ന് മീഥേൻ പുറത്തു വരുന്നു, നൈട്രസ് ഓക്സൈഡ് പുറത്തു വരുന്നു. ഇവയെല്ലാം എന്ത് ചെയ്യും, അന്തരീക്ഷത്തിൽ വന്ന് തങ്ങി നിൽക്കും, കെട്ടി നിൽക്കും. സൂര്യനിൽ നിന്ന് വന്ന് ഭൂമിയിൽ പതിച്ച് തിരികെ പോകുന്ന ഇൻഫ്രാറെഡ് റേസിനെ ഇതെന്ത് ചെയ്യും, തടഞ്ഞു നിർത്തും. ഇതിലൂടെ അന്തരീക്ഷത്തിൻ്റെ താപനില വളരെയധികം കൂടും. നമുക്ക് സഹിക്കാൻ പറ്റുന്ന, നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന താപനിലയിൽ നിലനിൽക്കണം എന്നുള്ള ഇതിലാണ്. അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതിലും ക്രമാതീതമായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ്, ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എഫക്റ്റ് മനുഷ്യനോ മൃഗങ്ങൾക്കോ മാത്രമല്ല, പ്രകൃതികൾക്കും ഉണ്ടാകും, ചെടികൾക്കുണ്ടാകും, മഞ്ഞുമലകൾക്കുണ്ടാകും, ഗ്ലേഷ്യേഴ്സിനുണ്ടാവും. അപ്പോൾ ഇതിനെല്ലാത്തിനും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. വെറുതെ മനുഷ്യന് മാത്രമല്ലേ. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലൂടെ നമുക്കൊരു എക്സിസ്റ്റൻസാണ് നമ്മളവിടെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന പ്രക്രിയ ഉണ്ടാക്കാൻ കാരണം ആരാണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അതിൻ്റെ ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി എന്തും കുറയും, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന പ്രതിഭാസവും കുറയും. ആ പരിസ്ഥിതി പ്രശ്നവും നമുക്ക് അതിലൂടെ പരിഹരിക്കാം. ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങൾ വേറെ ഉണ്ട്, മണ്ണൊലിപ്പുണ്ട്, അങ്ങനെ ഒരുപാട് ഈ ഉരുൾപൊട്ടൽ, ഇങ്ങനെ ഒരുപാട് എന്തുണ്ട് പ്രകൃതി പ്രശ്നങ്ങളുണ്ട്, പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിലേറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ് ഹരിതഗൃഹ പ്രവാഹവും ഗ്രീൻ ഹൗസ് എഫക്റ്റും പിന്നെ അതിന് ഗ്ലോബൽ വാർമിങ്ങും. ഓക്കെ, അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, അപ്പോൾ എങ്ങനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന പ്രതിഭാസം നടക്കുന്നതെന്ന് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആഗോളതാപനത്തിൻ്റെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലമായി സമീപ ഭാവിയിൽ നശിക്കാൻ സാധ്യതയുള്ള പ്രദേശം ഏതാണ്? ഹവായ് ദ്വീപുകളാണ്. ഹവായ് ദ്വീപുകൾ ഒരു മാർക്കിന് വല്ലതും ചോദിച്ചേക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ചിലപ്പോൾ ആഗോളതാപനത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ചിലപ്പോൾ ചോദിച്ചേക്കാം, സമീപ ഭാവിയിൽ ആഗോളതാപനം കാരണം നശിക്കാൻ സാധ്യതയുള്ള ദ്വീപ് സമൂഹം അല്ലെങ്കിൽ പ്രദേശമാണ് ഹവായ് ദ്വീപുകൾ എന്ന് പറഞ്ഞേക്കാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നേക്കാം. നമുക്ക് ഈ ഫാക്റ്റ് പഠിച്ചു വയ്ക്കാതെ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിന് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിർവചനം അവിടെ നടക്കണമെങ്കിൽ, നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ആ പ്രസ്താവന ശരിയാണെന്ന് നമുക്ക് പറയണമെങ്കിൽ എന്ത് വേണം? അതിനെക്കുറിച്ചുള്ള അറിവ് വേണം. അപ്പോൾ ആഗോളതാപനത്തിൻ്റെ ഫലമായി സമീപഭാവിയിൽ നശിക്കാൻ സാധ്യതയുള്ള പ്രദേശമാണ് ഇത്, ഹവായ് ദ്വീപുകൾ. ആഗോളതാപനം തടയാനുള്ള മാർഗങ്ങൾ. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ആഗോളതാപനം തടയാം? ആഗോളതാപനം തടയാൻ ഏതൊക്കെ മാർഗം മുഖേന നമുക്ക് ആഗോളതാപനം കുറയ്ക്കാം? ഫോസിൽ ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഫോസിൽ ഇന്ധനം കുറയ്ക്കുന്നതിലൂടെ CO2-ൻ്റെ എമിഷൻ നമുക്ക് ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കാൻ പറ്റും. പരിധിയില്ല, നമുക്ക് ഏകദേശം അതിൻ്റെ കുറയ്ക്കാൻ പറ്റും. CO2-ൻ്റെ എമിഷൻസ് കുറയ്ക്കാൻ പറ്റും. ഊർജോപയോഗത്തിൻ്റെ ക്ഷമത വർദ്ധിപ്പിക്കുക. ഊർജോപയോഗം വർദ്ധിപ്പിക്കുക എന്നല്ല അവിടെ പറഞ്ഞത്, ഊർജോപയോഗത്തിൻ്റെ ക്ഷമത വർദ്ധിപ്പിക്കുക എന്നാണ്. എന്ന് വെച്ചാൽ എനർജി എഫിഷ്യൻസി കൂട്ടുക എന്ന് വെച്ചാൽ വെറുതെ പാഴായി പോകുന്ന എനർജിയും കൂടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള രീതി. എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് എനർജി എങ്ങനെ ഉപയോഗിക്കാം? സോളാർ സെൽസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബാറ്ററിയിലൂടെ ഉള്ള വാഹനങ്ങൾ, EV വെഹിക്കിൾസ് ഒക്കെ യൂസ് ചെയ്യാം. ഇതിലൂടെയൊക്കെ നമുക്ക് ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഉപയോഗം ഒരു പരിധി വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കൺട്രോൾ ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. വനനശീകരണം കുറയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. വനനശീകരണം കുറയ്ക്കുക. എങ്ങനെ വനനശീകരണം നമുക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യും? എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? CO2-നെ ആഗിരണം ചെയ്യില്ലേ? അതിനാവശ്യമുള്ളതാണ് ഫോട്ടോസിന്തസിസിൻ്റെ എന്ന പ്രക്രിയയ്ക്ക് വനങ്ങൾക്കല്ല, ചെടികൾക്ക് മരങ്ങൾക്കായിരുന്നാലും ആവശ്യമാണ്. അപ്പോൾ CO2-ൻ്റെ അന്തരീക്ഷത്തിലെ കുമിഞ്ഞുകൂടൽ എന്ത് കുറയ്ക്കും? വനങ്ങളുടെ ലഭ്യത അത് കുറയ്ക്കും CO2-ൻ്റെ അളവ്. ഇനി
മരങ്ങൾ വച്ചു പിടിപ്പിക്കുക. അപ്പം വനനശീകരണം കുറയ്ക്കുക എന്ന് ഉദ്ദേശിക്കുന്ന മരങ്ങൾ വനത്തെ കൊണ്ട് നട്ടുപിടിക്കുക. നമ്മുടെ വീടിൻ്റെ ചുറ്റുമായിരുന്നാലും ഒരു ചെറിയ രീതിയിലെങ്കിലും മരങ്ങൾ, ചെറിയൊരു 1-2 മരങ്ങൾ വച്ച് പിടിപ്പിക്കുക, ചെറിയൊരു പൂന്തോട്ടം സൃഷ്ടിക്കുക. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരിധി വരെയൊക്കെ മുഴുവൻ കുറയ്ക്കാൻ പറ്റുന്നല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന രീതികളാണ് കേട്ടോ ഈ പറയുന്നത്. പിന്നെ ജനസംഖ്യ നിയന്ത്രണം, കാരണം CO2 എമിഷൻ വളരെ കൂടും. ആളുകൾ കൂടുന്നതിനനുസരിച്ച് എനർജിയുടെ ഉപയോഗം വളരെയധികം കൂടും. എനർജി എഫിഷ്യൻ്റ് അല്ലാത്ത എനർജിയിലേക്ക് നമുക്ക് ചേക്കേറേണ്ടി വരും. അപ്പോൾ ജനസംഖ്യ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർമ്മയിൽ തന്നെ നിലനിൽക്കട്ടെ. ഹവായി ദ്വീപിൻ്റെ കാര്യമായിരുന്നാലും ഈ എന്തൊക്കെ ആണ് നമ്മൾ സ്വീകരിക്കേണ്ട വഴികൾ. ഇനി ഹരിതഗൃഹ പ്രഭാവം. ഇനി അടുത്ത് ഹരിതഗൃഹ പ്രഭാവം, ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഭൂമിയിൽ നിന്ന് തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിൽ തന്നെ എത്തുന്ന പ്രതിഭാസത്തെയാണ് എന്തെന്ന് പറയുന്നത് ഹരിതഗൃഹ പ്രഭാവം. ഇത് കാരണം ഉണ്ടാകുന്നതാണ് ഗ്ലോബൽ വാർമിംഗ് അല്ലേ. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എഫക്റ്റ് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഗ്ലോബൽ വാർമിംഗ് നടക്കുന്ന ഭൂമിയിൽ നിന്നും തിരികെ പോകുന്ന താപകിരണങ്ങൾ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞായിരുന്നു. ഭൂമിയുടെ സർഫസ് സൂര്യനിൽ നിന്ന് കിരണങ്ങൾ താഴോട്ട് വരുന്നു. ഇവിടെ വന്ന് ഭൂമിയുടെ സർഫസിൽ മുട്ടിയതിന് ശേഷം അവിടെ ഭൂമി കുറച്ച് ഹീറ്റ് എനർജിയെ ഭൂമി സ്വീകരിക്കും. ബാക്കി എന്ത് ചെയ്യും, തിരിച്ച് പുറത്തേക്ക് വിടുമ്പോൾ ഇവിടെ എന്ത് കാണും, ഇവിടെ ഇവിടെ നമുക്ക് ഹരിതഗൃഹ GHG ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇവിടെ ഉണ്ടാവും. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇതിനെ എന്ത് ചെയ്യും, ഇവിടെ തന്നെ പിടിച്ചു നിർത്തും. ഇവിടെ നിന്നാൽ മതി, നിങ്ങൾ പോകണ്ട എന്ന് പറയും. ഈ പോകുന്ന കിരണങ്ങളെ അവിടെ തന്നെ പിടിച്ചു നിർത്തും. അപ്പോൾ എന്ത് ചെയ്യും, ക്രമാതീതമായിട്ട് ടെമ്പറേച്ചർ വളരെയധികം കൂടും. ഹീറ്റ് കൂടും. ഈ ഹീറ്റ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഗ്ലോബൽ വാർമിംഗ് എന്ന പ്രതിഭാസത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ഹരിതഗൃഹ പ്രഭാവം കണ്ടെത്തിയതാര്? അടുത്ത ചോദ്യമാണ്. ജോസഫ് ഫോറിയർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അല്ലെങ്കിൽ ഹരിതഗൃഹ പ്രഭാവം കണ്ടെത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ജോസഫ് ഫോറിയർ. ഇതൊക്കെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് എടുത്ത് എഴുതാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. കാരണം പരിചിതമായിട്ടുള്ള പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എടുത്തെഴുതും. പക്ഷേ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് വരുമ്പോൾ നമ്മളെ കൺഫ്യൂഷൻ ആകുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഒരു ഫാക്റ്റ് പഠിക്കുമ്പോൾ ആ ഫാക്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി തന്നെ പഠിക്കുക. ഭൂമിയിൽ നിന്നും തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിലെത്തുന്ന പ്രതിഭാസമാണ് ഹരിതഗൃഹ പ്രവാഹം. ഇനി ഹരിതഗൃഹ പ്രവാഹം കണ്ടെത്തിയ വ്യക്തിയാണ് ജോസഫ് ഫോറിയർ. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഇങ്ങനെ പഠിച്ചു വയ്ക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ആ ഫ്ലോയിൽ നമുക്ക് ആ സാധനം കിട്ടും. അല്ലെങ്കിൽ ജോസഫ് ഫോറിയർ ആണ് ഹരിതഗൃഹ പ്രവാഹം എന്ന പ്രക്രിയ കണ്ടെത്തിയത്. ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് വരുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഹരിതഗൃഹ പ്രഭാവത്തിൻ്റെ ഫലമായി ഭൂമിയുടെ താപനില കൂടുന്ന അവസ്ഥ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്. ഈ GHG അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇവ കിരണങ്ങളെ എന്ത് ചെയ്യും, സർഫസിൽ ഈ ഭൂമിയുടെ സർഫസിൽ നിന്ന് വരുന്ന കിരണങ്ങളെ അന്തരീക്ഷത്തിൽ തന്നെ പിടിച്ചു നിർത്തും. ഈ അന്തരീക്ഷത്തെ പിടിച്ചു നിർത്തുമ്പോഴേക്കും അന്തരീക്ഷത്തിൻ്റെ മാത്രമല്ല സർഫസ് ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ തന്നെ ടെമ്പറേച്ചർ താപം വളരെയധികം കൂടും, ക്രമാതീതമായിട്ട് കൂടും. ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ പറഞ്ഞ് മനസ്സിലായോ? ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്ര ഇമ്പോർട്ടൻസിൽ തന്നെ ഇത് പഠിക്കുകയും വേണം. ഓക്കെ. ഇനി വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം എന്താണ് ആ പരിസ്ഥിതി പ്രശ്നം? ആഗോളതാപനമാണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നൊന്നും പറയരുത്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആഗോളതാപനം ഉണ്ടാകാനുള്ള കാരണക്കാരനാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഓക്കെ. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണം ഉണ്ടാകുന്ന ഒരു പരിസ്ഥിതി പ്രശ്നമാണ് ഏതെന്ന് പറയുന്നത് ആഗോളതാപനം. ഓക്കെ, അത് ചോദിക്കും, നമുക്കത് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് പറയുന്നത്. വനനശീകരണം, വ്യവസായവൽക്കരണം. കാരണം വനനശീകരണം വരുമ്പോഴേക്കും കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് സത്യം പറഞ്ഞാൽ നടക്കുന്നത്. മരങ്ങളുള്ളപ്പോൾ മരങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തിട്ട് ഓക്സിജൻ പുറത്തോട്ട് വിടും. അത് നമുക്ക് ആവശ്യമാണ്. നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അതിന് വിടും. ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി. വനങ്ങൾ ഇല്ലാതാകുമ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ കൊടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുക ആരെങ്കിലും ഉണ്ടോ?
ഇല്ല. നമുക്ക് തിരിച്ച് ഓക്സിജൻ തരാൻ ആരെങ്കിലും ഉണ്ടോ? അതും ഇല്ല. ഇത് നേരെ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിലേക്ക് പോകും. അവിടെ കുമിഞ്ഞുകൂടി നിൽക്കും. ഈ കുമിഞ്ഞുകൂടി നിൽക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാകുന്നത്. അതിൻ്റെ പരിമിത ഫലം ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് നമ്മൾ ഓർത്ത് വയ്ക്കണം. വനനശീകരണം, വ്യവസായവൽക്കരണം എങ്ങനെയാണ്? വ്യവസായവൽക്കരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഫാക്ടറീസിൽ നിന്ന് മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഇതുപോലുള്ള വിഷവാതകങ്ങൾ പുറത്തേക്ക് വിടുന്നു. ഇത് നമുക്ക് ശ്വസിച്ചാലും പ്രശ്നമാണ്. അതിനു പുറമെ ഇത് അന്തരീക്ഷത്തിൽ പോയിട്ട് ആഗോളതാപനം എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രശ്നം കൂടെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ വ്യവസായവൽക്കരണം വേണ്ട എന്നല്ല, പക്ഷേ അതിനൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് കണ്ടുപിടിച്ചുകൊണ്ട് ഇതിനെ കുറയ്ക്കുക എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് വ്യവസായവൽക്കരണം, നമുക്ക് ഇൻഡസ്ട്രിയലൈസേഷൻ നമുക്ക് നിർത്തി വയ്ക്കാൻ പറ്റില്ല. ഇത്രയും ഫാസ്റ്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ പോകുമ്പോഴേക്കും ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന പരിപാടി നമുക്ക് നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് വേണം? എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് കണ്ടെത്തുക, ആൾട്ടർനേറ്റീവിലേക്ക് ചലിക്കുക. അത് ചലിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ ഇവ പോലുള്ള വിഷവാതകങ്ങളെ കുറച്ച്, ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറച്ച്, അവയുടെ തങ്ങി നിൽക്കൽ കുറച്ച് നമുക്ക് ചൂടിനെ ക്രമാതീതമായിട്ട് കൂടുന്നതിൽ നിന്ന് തടയാം. അല്ലെങ്കിൽ ആഗോളതാപനത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? തടയാം. ഒരു പരിധി വരെ നമുക്കതിനെ തടയാൻ സാധിക്കും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്ന അവസ്ഥയെ പറയുന്ന പേരാണ്, അന്തരീക്ഷത്തിൽ ക്രമാതീതമായി കൂടുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ആഗോളതാപനം. ഇനി അടുത്ത് ഇതിനെ സംബന്ധിച്ചതിന് വളരെ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് പഠിച്ചു വയ്ക്കുക. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് വരാൻ വളരെ അധികം സാധ്യതയുള്ളൊരു കാര്യമാണ്. 20-ാം നൂറ്റാണ്ടിൽ ഹരിതഗൃഹവാതകങ്ങളുടെ അളവിലുണ്ടായ ക്രമാതീതമായ വർധനവ് അന്തരീക്ഷത്തിൻ്റെ ശരാശരി താപനിലയിൽ വരുത്തിയ വർധനവ് എത്രത്തോളമാണെന്ന്. 0.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിപ്പോൾ പോയിൻറ്റ് അല്ലെ, ഇപ്പോൾ ഇത് 1 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയിട്ടുണ്ട്. 0.4 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മളെ ഫാക്സിലൊക്കെ കൊടുത്തിട്ടുള്ളതെങ്കിലും 1 ഡിഗ്രി സെൽഷ്യസും പഠിച്ചു വയ്ക്കുക. അപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് ഒരു സാധാരണ താപനിലയിൽ നിന്നും 1 ഡിഗ്രി സെൽഷ്യസ് കൂടാൻ വേണ്ടി ഈ ആഗോളതാപനം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്ന പരിസ്ഥിതി പ്രശ്നം അതുണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം എത്രത്തോളമാണ് അതിൻ്റെ എഫക്റ്റ് എന്ന്. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. എത്ര ഡിഗ്രിയാണ് കൂടിയത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിന്നും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഈ നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴേക്കും എത്ര ഡിഗ്രിയാണ് കൂടിയത്? 0.4 ഡിഗ്രി. ഇപ്പോൾ അത് 1 ഡിഗ്രിയിലേക്ക് എത്തിയിട്ടുണ്ട്, 1 ഡിഗ്രി സെൽഷ്യസിലേക്ക്. 0.4 ഡിഗ്രി. ഇതെന്തായിരുന്നാലും ഈ ഫാക്റ്റ് പഠിച്ചു വയ്ക്കുക. നമുക്ക് ടെക്സ്റ്റിൻ്റെ അകത്ത് എല്ലാത്തിലുള്ളത് 0.4 ഡിഗ്രി സെൽഷ്യസ് കൂടി. സാധാരണ 23 ഡിഗ്രി ആണെങ്കിൽ, ഒരു ഉദാഹരണമാണ് പറയുന്നത്, ഇപ്പോൾ 23.4 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആയെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ അത്രയും ടെമ്പറേച്ചർ നമുക്കിപ്പോൾ 1 ഡിഗ്രി അല്ല 0.1 കൂടുമ്പോഴേ നമുക്ക് ചിലപ്പോൾ നമുക്ക് ആ എഫക്റ്റ് ഉണ്ടാകും. 2 ഡിഗ്രി കൂടുമ്പോഴായിരുന്നാലും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. 34 നിന്ന് 36 ആകുമ്പോൾ പോലും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കുക. 0.4 ഡിഗ്രി ആയിരുന്നാലും 1 ഡിഗ്രി ആയിരുന്നാലും ഇത് കൂടുന്നതിന് ഇത് വാർഷിക അനുപാതമാണ് കേട്ടോ, മൊത്തത്തിലുള്ള അനുപാതമാണ്. ഒരു ഗ്ലോബൽ ഇൻഡെക്സ് എടുത്തിട്ട് അതിലൊരു അനുപാതമാണ് ഈ പറയുന്ന 0.4 ഡിഗ്രി. ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് ഇത് കൂടുന്നത്. മൊത്തത്തിലുള്ള ആഗോളമായിട്ടുള്ള ഒരു വർധനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന 0.4 ഡിഗ്രി. ആഗോളമായിട്ടുള്ള വർധനമാണ് ഈ 0.4 ഡിഗ്രി അല്ലെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഓരോ സ്ഥലങ്ങളിലും, സുഡാൻ പോലുള്ള സ്ഥലങ്ങളിലും, മിഡിൽ ഈസ്റ്റ് പോലുള്ള സ്ഥലങ്ങളിലും, ഇന്ത്യയിലെ വരണ്ട പ്രദേശങ്ങളിലും ഇതിനേക്കാളും കൂടുതലാണ്. ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇത് പഠിച്ചു വയ്ക്കുക. അതിൻ്റെ കൂടെ ഏതുണ്ട്? മീഥെയ്ൻ ഉണ്ട് കേട്ടോ, മീഥെയ്ൻ ഉണ്ട്. പിന്നെ നൈട്രസ് ഓക്സൈഡ് ഉണ്ട്. നൈട്രസ് ഓക്സൈഡ് ഈ നൈട്രസ് ഓക്സൈഡ്. അപ്പോൾ ഇത് ഇത്രയും പഠിച്ചു വയ്ക്കുക. ഈ 3 കാര്യങ്ങളും, ഈ ഗ്യാസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നൈട്രസ് ഓക്സൈഡ്, മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നമുക്കൊന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. ഏതൊക്കെയാണ്? മീഥെയ്ൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, ക്ലോറോ ഫ്ലൂറോ കാർബൺ. കണ്ടോ, CFC എന്ന് പറയുന്നത് എന്തിന് മാത്രമല്ല, CFC എന്ന് മോൺട്രിയൽ പ്രോട്ടോക്കോളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. CFC എന്തിനെ മാത്രമല്ല നശിപ്പിക്കുന്നത്? ഓസോണിനെ മാത്രമല്ല നശിപ്പിക്കുന്നത്, അതിൽ കൂടെ എന്തിനേയും കൂടെ ഈ ആഗോളതാപനം എന്ന് പറയുന്ന പ്രക്രിയയിലും അത് അല്ലെങ്കിൽ പരിസ്ഥിതി പ്രശ്നത്തിലും അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ CFC എന്ന് പറയുന്നത് ഒരു കാരണം മാത്രമല്ല. അതേപോലെ O3 ഓസോൺ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബാരിയറാണ്. പക്ഷേ അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്കൊരു പ്രൊട്ടക്ഷൻ ലെയറാണ്. അതിനെ നമുക്കൊന്നും മാറ്റാനൊന്നും പറ്റത്തില്ല. പക്ഷേ
ഈ ബാക്കി 3 കാര്യങ്ങളുണ്ടല്ലോ, ഇതും കൂടെ ഈ ഓസോണിൻ്റെ കൂടെ കൂടുമ്പോഴേക്കും ഭയങ്കര എഫക്റ്റാണ്, വലിയ എഫക്റ്റാണ്. സാധാരണ നമ്മളെ ടെമ്പറേച്ചറിനെ അതേപോലെ മിനിമലായിട്ട് കീപ്പ് ചെയ്യുന്നത് ഓസോണാണ്. അപ്പോൾ ഓസോണിൻ്റെ കൂടെ മറ്റ് ഇൻഫ്രാറെഡിനെ പിടിച്ചിരുത്തുന്ന മറ്റ് വാതകങ്ങൾ, ഈ നൈട്രസ്, മീഥെയ്ന്, ക്ലോറോഫ്ലൂറോ കാർബൺസ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും എഫക്റ്റ് 10 മടങ്ങാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതിൻ്റെ ഉപയോഗങ്ങൾ കുറയ്ക്കുക, അല്ലെ എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് മെത്തേഡ് കണ്ടുപിടിച്ച് ഈ എഫക്റ്റിനെ എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക. ഇനി അടുത്തത് ആഗോളതാപനം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണം ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ. ശൈത്യമേഖലാ രാജ്യങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നത് എന്താണ്? സ്ഫടികം. ഇതെന്തുകൊണ്ടാണ്? സ്ഫടികമാണ്. ഇതെന്തിനാണ്? ആഗോളതാപനം കൂട്ടാനാണോ അതോ കുറയ്ക്കാനാണോ? എന്തിനാണ് ഈ സ്ഫടികം എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്ഫടികം സംഭവം നമുക്ക് ഈ ഹീറ്റിൻ്റെ എഫക്റ്റ് നമുക്ക് ഈ ശൈത്യമേഖല എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഹീറ്റിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ ഹീറ്റ് അത്രയും പിടിച്ച് നിർത്താൻ വേണ്ടിയാണ് സ്ഫടികം ഉപയോഗിക്കുന്നത്. അതുപോലെ പക്ഷേ ഇത് ആഗോളതാപനത്തിൻ്റെ ഫലമായി വംശനാശം സംഭവിച്ച ആദ്യ ജീവി അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് സ്വർണ്ണത്തവളയാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള സാധനമാണ് വംശനാശം. ആഗോളതാപനം, ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണം ഉണ്ടാകുന്ന ആഗോളതാപനത്തിൻ്റെ ഫലമായി വംശനാശം സംഭവിച്ച ആദ്യത്തെ ജീവിവർഗം ഏതാണ്? സ്വർണ്ണത്തവള. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലുള്ള കാര്യമായി ഈ കാര്യങ്ങൾ എഴുതി തന്നെ പഠിക്കുക. അപ്പോൾ ആഗോളതാപനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ഈ കാര്യങ്ങൾ, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ്. ഈ മേൽപ്പറഞ്ഞവയെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളും ഹരിതഗൃഹ വാതകങ്ങളായിരുന്നാലും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഹരിതഗൃഹ എഫക്റ്റ് ആയിരുന്നാലും അത് കാരണം ഉണ്ടാകുന്ന ആഗോളതാപനമായിരുന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അടുത്തത് ഈ ഭാഗത്ത് നിന്ന് ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷൻ പ്രക്രിയ. ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ജൈവ വൈവിധ്യത്തിൻ്റെ ഇൻസിറ്റു സംരക്ഷണ രീതികൾ ഏതൊക്കെയാണ് ഇൻസിറ്റു കൺസർവേഷൻ്റെ അകത്ത് വരുന്നതെന്നാണ് ചോദ്യം. ഇവിടെ തന്നിട്ടുണ്ട് മൃഗശാലകൾ, ജീൻ ബാങ്ക് തന്നിട്ടുണ്ട്, നാഷണൽ പാർക്കുകൾ, ബയോസ്ഫിയർ റിസർവുകളും തന്നിട്ടുണ്ട്, നാഷണൽ പാർക്കുകൾ, സാങ്ച്വറികൾ തന്നിട്ടുണ്ട്. ഇതിലേതാണ് തന്നിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരി ഉത്തരം ഏതാണ്? 1ഉം 2ഉം ആണോ? 1 മാത്രമാണോ? 2ഉം 4ഉം ആണോ? 3 മാത്രമാണോ? 3ഉം 4ഉം ആണോ? 3 മാത്രമാണോ? യഥാർത്ഥത്തിൽ 3ഉം 4ഉം ആണ് അല്ലേ? നാഷണൽ പാർക്കുകൾ വരും, ബയോസ്ഫിയർ റിസർവ് വരും, നാഷണൽ സാങ്ച്വറികളും വരും, വൈൽഡ് ലൈഫ് സാങ്ച്വറി അതിൻ്റെ അകത്ത് വരും, നാഷണൽ പാർക്ക്. ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവികളെ അവയുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് സംരക്ഷിക്കുന്നതിനാണ് ഇൻസിറ്റു കൺസർവേഷൻ. എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ അവയുടെ ആവാസ വ്യവസ്ഥയിൽ നിന്നും എടുത്ത് പുതിയൊരു കൃത്രിമ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക അവിടെ എന്ന് വെച്ചാൽ മൃഗശാലകൾ, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, ജീൻ ബാങ്കുകൾ, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? എക്സിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു കൺസർവേഷൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവുകൾ, ഇതെല്ലാം എന്താണ്? കമ്മ്യൂണിറ്റി റിസർവുകൾ, ഇതെല്ലാം ഇൻസിറ്റു കൺസർവേഷൻസ് ആണ്. കാവുകൾ, നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കാറുള്ള കാവുകളൊക്കെ ഇൻസിറ്റു കൺസർവേഷൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് പോകാം. ജീവജാലകങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് എന്തോന്ന് പറയുന്നത്? ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ജീവികളെ അവയുടെ ആവാസ വ്യവസ്ഥ, കാട്ടിലാണെങ്കിൽ കാട്ടിൽ തന്നെ നിർത്തുക, അല്ലെ അവയെ എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് പ്രത്യേക ഒരു ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാക്കി കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവയെ എവിടെയാണോ അവയുടെ ആവാസ വ്യവസ്ഥ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവയെ സംരക്ഷിക്കുക. അപ്പോൾ നമ്മുടെ നീലഗിരിത്താറ്, ഈ മലയണ്ണാൻ, ഇവയൊക്കെ സംരക്ഷിക്കപ്പെടുന്നത് അവയുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെയാണ് സംരക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ജീവജാലകങ്ങളെ അവയുടെ സ്വാഭാവികം നാച്ചുറൽ ആയിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ. ഉദാഹരണങ്ങളാണ് വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവ്, കാവുകൾ. ഈ വന്യജീവി സങ്കേതങ്ങൾക്ക് എക്സാമ്പിൾ ഏതുണ്ട്? വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് സാങ്ച്വറി, പെരിയാർ, പിന്നെ ഇടുക്കി, പിന്നെ അത് കഴിഞ്ഞിട്ട് വയനാട് വന്യജീവി സങ്കേതം. അപ്പോൾ അങ്ങനെ ചിന്നാർ, അങ്ങനെ കരിമ്പുഴ, ഇങ്ങനെ ഒരുപാട് വന്യജീവി സങ്കേതങ്ങളുണ്ട്. നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ നീലഗിരി താറിനെയൊക്കെ സംരക്ഷിക്കുന്ന ഇരവികുളം, പിന്നെ പെരിയാറുണ്ട്, പിന്നെ ഉടുമ്പൻചോല, പിന്നെ പാമ്പാടും ചോല. അപ്പോൾ അങ്ങനെ
ഒരുപാട് നാഷണൽ പാർക്കുകളുണ്ട്. കേരളത്തിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. കമ്മ്യൂണിറ്റി റിസർവുകൾ, കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്, പിന്നെ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് നീലഗിരി ഉണ്ട്, അഗസ്ത്യാർകൂടം ഉണ്ട്. പിന്നെ ഈ കാവുകളെന്ന് പറയുന്നത് നമ്മളെ വീടിന് ചുറ്റും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന, ഏറ്റവും നമുക്ക് പരിചിതമായിട്ടുള്ള, നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു ഇൻസിറ്റു കൺസർവേഷനാണ് കാവുകളെന്ന് പറയുന്നത്. കാവുകളെന്ന് പറയുന്ന പാമ്പുകളുടെ ആവാസ വ്യവസ്ഥയാണ് സത്യം പറഞ്ഞാൽ അവിടെ സംരക്ഷിക്കപ്പെടുന്നത്. പാമ്പുകളും അവയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ജീവിവർഗങ്ങളെ. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷൻ്റെ ഉദാഹരണങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് വന്യജീവി സങ്കേതങ്ങൾ. ഇനി അതിലെ ഓരോ കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. വന്യജീവി സങ്കേതങ്ങൾ ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലകളെയാണ് എന്തെന്ന് പറയുന്നത്? വന്യജീവി സങ്കേതങ്ങൾ. ആവാസ വ്യവസ്ഥ അവ ഏത് എക്കോസിസ്റ്റത്തിലാണോ അവ ജീവിക്കുന്ന ചുറ്റുപാടുകളെ പരിരക്ഷിച്ചുകൊണ്ട് അവയെ സംരക്ഷിക്കുക, ആ ജീവി വർഗത്തെ സംരക്ഷിക്കുക. ഇതാണ് വന്യജീവി സങ്കേതങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യം. അപ്പോൾ ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിക്കുക, അവയുടെ എക്കോസിസ്റ്റം നിലനിർത്തി കഴിഞ്ഞാൽ അവ എന്തായിരുന്നാലും നിലനിന്ന് പൊക്കോളും. അവയുടെ ആവാസ വ്യവസ്ഥയാണ് നമ്മൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടത്. അവയെ സംരക്ഷിക്കുന്നതിലുപരി അവയുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കണം. അപ്പോൾ അവ നിലനിന്ന് പൊക്കോളും. പേപ്പാറ, നമുക്ക് ഏറ്റവും അടുത്തുള്ളത് പേപ്പാറ, പെരിയാർ, വയനാട് തുടങ്ങിയ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളാണ് ഇതിന് ഉദാഹരണങ്ങൾ. പേപ്പാറ, പെരിയാർ, വയനാട്. പെരിയാറാണ് ഏറ്റവും വലിയ വന്യജീവി സങ്കേതം, പെരിയാറാണ്. പെരിയാർ, വയനാട് തുടങ്ങിയ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ എന്തിന് ഉദാഹരണമാണ്? ഈ തുടങ്ങിയവയാണ് വന്യജീവി സങ്കേതത്തിൻ്റെ ഉദാഹരണങ്ങൾ. പെരിയാർ പഠിച്ചു വയ്ക്കുക. പെരിയാർ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ്. പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1954. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം ഒരു ടൈഗർ റിസർവായ വർഷം ഏതാണ്? 1973. അതൊരു പ്രോജക്റ്റ് എലിഫൻറ്റിൻ്റെ കീഴിൽ വന്ന 1991. അപ്പോൾ ഈ വർഷങ്ങളെല്ലാം പഠിച്ചു വയ്ക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളാണ്. അപ്പോൾ പേപ്പാറ, പെരിയാർ, വയനാട് ഇവയെല്ലാം വന്യജീവി സങ്കേതം. അപ്പോൾ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് അവയുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ ജീവിവർഗങ്ങളെ നിലനിർത്തിക്കൊണ്ട് ആ ജീവിവർഗത്തിന് സംരക്ഷണം നൽകുന്നതാണ് വന്യജീവി സങ്കേതങ്ങൾ. ഇനി അടുത്തത് നാഷണൽ പാർക്കുകളാണ്. നാഷണൽ പാർക്കുകൾ, ദേശീയ ഉദ്യാനങ്ങൾ. വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇംഗ്ലീഷിൽ പറയുമ്പോൾ. ഇത് നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത് മലയാളത്തിലേക്ക് വരുമ്പോഴത്തേക്കും ദേശീയ ഉദ്യാനങ്ങൾ. അപ്പോൾ അവിടെ വന്യജീവി സംരക്ഷണത്തോടൊപ്പം ആ മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവയെ കൂടി സംരക്ഷിക്കും. വെറുതെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് ആ ജീവിയുടെ സംരക്ഷണം മാത്രമല്ല അവിടെ ലക്ഷ്യം വയ്ക്കുന്നത്, മറിച്ച് എന്തെങ്കിലും ചരിത്ര സ്മാരകങ്ങൾ അതിനെ ചുറ്റിപ്പറ്റിയുണ്ടോ അതിനെ സംരക്ഷിക്കപ്പെടും. പ്രകൃതി വിഭവങ്ങൾ, അവിടെ മാത്രം കാണപ്പെടുന്ന എന്തെങ്കിലും പ്രകൃതി വിഭവങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ട് ആ ഉദ്യാനത്തിൽ അല്ലെങ്കിൽ ആ ദേശീയ ഉദ്യാനം നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ അതിൻ്റെ പരിധിയിൽ വരുന്ന എന്തെങ്കിലും പ്രകൃതി വിഭവങ്ങളുണ്ടോ അവയെ സംരക്ഷിക്കപ്പെടും. ഭൗമ സവിശേഷതകൾ, ഭൂമിയുടെ ഘടനാപരമായിട്ടുള്ള സവിശേഷതകൾ എന്തെങ്കിലും ഉണ്ടോ അതിനെയും സംരക്ഷിക്കപ്പെടും. ഇതൊക്കെയാണ് നാഷണൽ പാർക്കിൻ്റെ അകത്ത് വരുന്നത്. ഇനി കേരളത്തിലുള്ള പ്രധാനപ്പെട്ടതാണ് ഇരവികുളത്താണ് നീലഗിരി താർ. അടുത്ത് സൈലൻറ്റ് വാലി, കന്യാവനം. കേരളത്തിലെ ഒരേ ഒരു കന്യാവനം എന്നറിയപ്പെടുന്നത് ഏതാണ്? സൈലൻറ്റ് വാലിയാണ്. ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല, പാമ്പാടുംചോലയാണ് ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതെന്ന് ചോദിച്ചാൽ അത് പാമ്പാടുംചോല. ഏറ്റവും വലുത് ഇരവികുളമാണ്. അപ്പോൾ പിന്നെ ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല, പാമ്പാടുംചോല. ഇതിൽ 4 ഇടുക്കിയിലും. ഈ സൈലൻറ്റ് വാലി എന്ന് പറയുന്ന ദേശീയ ഉദ്യാനം മാത്രം എവിടെയാണ്? പാലക്കാടുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇടുക്കിക്ക് പുറത്തുള്ള ഒരേ ഒരു ദേശീയ ഉദ്യാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സൈലൻറ്റ് വാലിയാണ്. സൈലൻറ്റ് വാലിക്ക് അങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ദേശീയ ഉദ്യാനം അല്ലെങ്കിൽ കാട് മേഖല, വനമേഖല ഏതെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന വനമേഖലയാണ് സൈലൻറ്റ് വാലി. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രത്യേകതകളുള്ളതാണ് ഈ നാഷണൽ പാർക്കുകൾ അല്ലെങ്കിൽ ദേശീയോദ്യാനങ്ങൾ. അപ്പോൾ ദേശീയോദ്യാനങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വന്യജീവികളുടെ സംരക്ഷണത്തിനുപരി അതിന് ചുറ്റും ഉള്ള പ്രകൃതി സ്മാരകങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പരിധിക്കുള്ളിൽ വരുന്ന പ്രകൃതി വിഭവങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, പിന്നെ ഭൂമിയുടെ ഘടനയിൽ എന്തെങ്കിലും പ്രത്യേകം ഭൗമ
സവിശേഷതകൾ എന്നിവ കൂടെ എന്ത് ചെയ്യും, അവിടെ സംരക്ഷിക്കപ്പെടും. ഇതാണ് ദേശീയ ഉദ്യാനങ്ങൾ അല്ലെങ്കിൽ നാഷണൽ പാർക്ക്. ഇരവികുളം, സൈലൻറ്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടിൻചോല. പാമ്പാടിൻചോലയാണ് ഏറ്റവും ചെറുതും ഈ ഇരവികുളമാണ് ഏറ്റവും വലുതും. ഇനി ഇവയെ ഉൾക്കൊള്ളിക്കുന്ന ഒരു വലിയ പ്രദേശത്തെ അറിയപ്പെടുന്നതാണ് മേൽപ്പറഞ്ഞ വന്യജീവി സങ്കേതവും നാഷണൽ പാർക്കുകളുടെയും പരിധിയെക്കാളും വളരെ വലിയ ഒരു സംരക്ഷണ ഏരിയ. ഇതിനെ പറയുന്ന പേരാണ് എന്തോന്ന്, ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്ന ഭൂപ്രദേശങ്ങളെ പറയുന്ന പേരാണ്. അത്തരം ഭൂപ്രദേശങ്ങളെ പറയുന്ന പേരാണ് ബയോസ്ഫിയർ റിസർവ്. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വിശാലമായ ഭൂപ്രദേശം. സംരക്ഷിക്കപ്പെടുന്നതിൽ ഏറ്റവും വിശാലമായ ഭൂപ്രദേശങ്ങളാണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. നീലഗിരിയാണ് കേരളത്തിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതെന്ന് ചോദിച്ചാൽ നീലഗിരിയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി. അപ്പോൾ നീലഗിരി ബയോസ്ഫിയർ റിസർവ്, പിന്നെ അഗസ്ത്യമലയും കേരളത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഇത് രണ്ടുമാണ് കേരളത്തിലുള്ള ബയോസ്ഫിയർ. കാരണം ഇത് കേരളത്തിലെ മാത്രമല്ല പ്രദേശങ്ങൾ വരുന്നത്, തമിഴ്നാട് പ്രദേശവും കർണാടകയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിലും കേരളം കൂടെ വരുന്ന ബയോസ്ഫിയർ റിസർവുകളാണ് നീലഗിരിയും അഗസ്ത്യമലയും, കേരളത്തിൽ കൂടെ കടന്നു പോകുന്ന ബയോസ്ഫിയർ റിസർവ്. അപ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും എക്കോസിസ്റ്റംസിനെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കപ്പെടുന്ന ഒരു വിശാലമായ ഒരു വലിയ ഭൂപ്രദേശത്തെ അറിയപ്പെടുന്ന പേരാണ് എന്തോന്ന് പറയുന്നത്, ബയോസ്ഫിയർ റിസർവുകളെന്ന് പറയുന്നത്. നീലഗിരി, അഗസ്ത്യമല ഉദാഹരണങ്ങളാണ് ബയോസ്ഫിയർ റിസർവിൻ്റെ. ഇനി അടുത്ത ഇൻസിറ്റു കൺസർവേഷനാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി എന്താണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പഠിക്കാം. ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളുടെ അവയുടെ ആവാസ വ്യവസ്ഥയിൽ നിലനിർത്തും. എക്സിറ്റുവിൽ ജീവജാലകങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതി, ഒരു കൃത്രിമ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുത്ത് അവയെ സംരക്ഷിക്കുന്ന രീതിയാണ് എന്തോന്ന് പറയുന്നത്, എക്സിറ്റു കൺസർവേഷൻസ് എന്ന് പറയുന്നത്. എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ് സുവോളജിക്കൽ പാർക്ക്, സുവോളജിക്കൽ ഗാർഡൻസ്, ബൊട്ടാണിക്കൽ ഗാർഡൻസ്. സുവോളജിക്കൽ ഗാർഡനാണ് സൂ കേട്ടോ, മൃഗശാലകൾ. ബൊട്ടാണിക്കൽ ഗാർഡൻസ്, പിന്നെ ജീൻ ബാങ്കുകൾ. അപ്പോൾ ഇവയൊക്കെ എന്തിൻ്റെ ഉദാഹരണമാണ്, എക്സിറ്റു കൺസർവേഷൻ്റെ ഉദാഹരണമാണ്. ഇതിൽ ജീൻ ബാങ്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളെയാണ് എന്തോന്ന് പറയുന്നത്, ജീൻ ബാങ്കുകൾ എന്ന് പറയുന്നത്. നമുക്ക് ഒരു സസ്യത്തിൻ്റെ വിത്തുകൾ ശേഖരിച്ചോ അല്ലെങ്കിൽ അവയുടെ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ഏതാണോ അവയെ ശേഖരിച്ചു വെച്ച് അവ നശിച്ചു പോകുന്ന ഒരു സമയത്ത് അവയെ പുനർജീവിപ്പിക്കാൻ വേണ്ടി സംരക്ഷിക്കപ്പെടുന്ന സ്ഥലങ്ങളെയാണ്, സംരക്ഷിക്കപ്പെടുന്ന കേന്ദ്രങ്ങളെയാണ് എന്തോന്ന് പറയുന്നത്, ജീൻ ബാങ്കുകൾ എന്ന് പറയുന്നത്. അതിൽ വിത്തുകൾ മാത്രമല്ല ബീജങ്ങളും ഈ കളക്ട് ചെയ്ത് വയ്ക്കാറുണ്ട്. ആവശ്യമായ അവസരങ്ങളിൽ ഇവ ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കും. ഇവ ഉപയോഗിച്ച് ജീവികളെ എന്ത് ചെയ്യും, പുനഃസൃഷ്ടിക്കുന്ന പ്രക്രിയ. അത് ഏത് വഴി, ജീൻ ബാങ്കുകൾ വഴി നമുക്ക് സാധിക്കും. ഉദാഹരണം ഇവിടെ നമുക്ക് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി RGCB, തിരുവനന്തപുരത്തുള്ള RGCB, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, അത് ജീൻ ബാങ്കുകൾക്ക് ഒരു ഉദാഹരണമാണ്. രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി. അടുത്തത് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ GWP. ഇപ്പോൾ ഇതെന്താണ്, അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കണം. ആഗോളതാപനത്തിൻ്റെ സാധ്യത അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ GWP എന്താണെന്ന് പഠിച്ചു വയ്ക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ GWP അല്ലെങ്കിൽ ആഗോളതാപന സാധ്യത എന്നാണ് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിനെ അറിയപ്പെടുന്നത് മറ്റൊരു പേരാണ് ആഗോളതാപന സാധ്യത. ആഗോളതാപന സാധ്യത, ഇതിനാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രീൻ ഹൗസ് വാതകം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്രത്തോളം ചൂട് കുടുക്കി നിലനിർത്താൻ കഴിയും എന്ന് അളക്കാനുള്ള ഒരു മാനദണ്ഡമാണ്. എത്രത്തോളം ചൂട് ഒരു
ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസിന് ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന് പിടിച്ചു നിർത്താൻ പറ്റുന്നതിലും വളരെ കൂടുതലാണ് മീഥേന് പിടിച്ചു നിർത്താൻ പറ്റുന്നത്. അതിനേക്കാളും കൂടുതലാണ് നൈട്രസ് ഓക്സൈഡിന്. അപ്പോൾ എത്രത്തോളം ഒരു ഗ്യാസിന്, ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസിന് എത്രത്തോളം ചൂട് അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്താൻ കഴിയും എന്ന് അളക്കാനുള്ള ഒരു മാനദണ്ഡം, ഒരു അളവുകോലാണ് എന്തോന്നെന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആഗോളതാപന സാധ്യത. അപ്പോൾ ആഗോളതാപന സാധ്യത ഒരു അളവുകോലായിട്ടാണ് ഉപയോഗിക്കാറ്. പലപ്പോഴും ഒരു അളവുകോല് ഇതിനെ വളരെ ലളിതമായിട്ട് നമുക്ക് പറയാം. ഒരു വാതകം കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച്, ഇത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അടിസ്ഥാനത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഒന്നെടുത്തിട്ട് അതിൽ നിന്ന് എത്രത്തോളമാണ് മീഥേന്, അത് നൈട്രസ് ഓക്സൈഡിന് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് എത്രത്തോളമാണ്, കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ഇവിടെ അടിസ്ഥാനമായിട്ട് ഒരു അളവുകോലായിട്ട് എടുത്തേക്കുന്നത്. ഒരു വാതകം കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് എത്രത്തോളം കൂടുതൽ ചൂട് പിടിച്ചു വയ്ക്കുന്നു എന്ന് കാണിക്കുന്നതാണ് GWP. അപ്പോൾ ഇവിടുത്തെ അളവുകോല് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് അളവുകോല്? ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അടിസ്ഥാനത്തിലാണ് GWP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി CO2വിൻ്റെ GWP മൂല്യം എത്രയാണ്? പഠിച്ചു വെച്ചോ, 1 ആണ്. അടുത്ത് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ GWP മൂല്യം 1 ആണ്. മറ്റു വാതകങ്ങളുടെ GWP എന്ന് പറയുന്നത് എന്താണ്? ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. CO2വിനെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. അപ്പം ഇവിടുത്തെ അടിസ്ഥാനം GWP അളക്കാനുള്ള അടിസ്ഥാനം എന്താണെന്ന് ചോദിക്കാം. GWP എന്നും പഠിച്ചു വയ്ക്കണം, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്നും പഠിച്ചു വയ്ക്കണം, ആഗോളതാപന സാധ്യത എന്നും പഠിച്ചു വയ്ക്കണം. 3 പഠിച്ചു വയ്ക്കണം. ചിലപ്പോൾ GWP എന്നായിരിക്കും തരുന്നത്. അപ്പോൾ GWP മറ്റു വാതകങ്ങളുടെ GWP എന്തിനാണ് അടിസ്ഥാനമാക്കുന്നത്? ഇവിടുത്തെ അടിസ്ഥാന യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അടിസ്ഥാന അളവുകോലായിട്ട് എടുക്കുന്ന ആരെയാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് കണക്കാക്കുന്നത്. GWP കണക്കാക്കുന്നത് സാധാരണമായി 20, 100 അല്ലെങ്കിൽ 500 വർഷം എന്ന സമയപരിധിയിലായിരിക്കും. എത്രയൊക്കെയാണ്? പഠിച്ചു വച്ചോ, 20, 100, 500. ഈ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും വർഷത്തിൻ്റെ അടിസ്ഥാനങ്ങളിലായിരിക്കും എന്തളക്കുന്നത് ആഗോളതാപന സാധ്യത. GWP അളക്കുന്നത് 20, 100 അല്ലെങ്കിൽ 500 വർഷം എന്ന സമയപരിധിയിലാണ് സാധാരണ എന്തളക്കുന്നത് GWP അളക്കാറുള്ളത്. അപ്പോൾ GWP അളക്കാറുള്ള വർഷങ്ങൾ ചോദിക്കാം. 20 എന്ന് തന്നാൽ അത് ശരിയാണ്, 100 എന്ന് തന്നാൽ അത് ശരിയാണ്, 500 എന്ന് തന്നാൽ അതും ശരിയാണ്. അപ്പോൾ 20 ആവാം, 100 ആവാം, അല്ലെങ്കിൽ എന്താവാം, 500 ആവാം. ഇതായിരിക്കും സമയപരിധി GWP അളക്കാനുള്ള യൂണിറ്റ് അല്ലെങ്കിൽ അടിസ്ഥാനം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മൂല്യം എത്രയായിട്ടാണ് എടുക്കുന്നത്? 1 ആയിട്ടാണ്. അടുത്ത് നമുക്ക് 2 ഉദാഹരണം പഠിക്കാം. ഉദാഹരണം എന്ന് പറയുന്നത് ഈ GWP ഉപയോഗിച്ച് മറ്റ് വാതകങ്ങളെ എങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കുന്നു എന്ന്. ആദ്യത്തത് മീഥേനാണ്. മീഥേൻ CH4 മീഥേൻ കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ വളരെ കൂടുതൽ ചൂട് പിടിപ്പിക്കും. വളരെയധികം ചൂട് 100 വർഷത്തിൽ ഏകദേശം 25 മുതൽ 30 മടങ്ങ്. ഇപ്പോൾ 1 കാർബൺ ഡൈ ഓക്സൈഡ്, 1 ഡിഗ്രിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂട്ടുന്നതെങ്കിൽ, ഉദാഹരണം പറഞ്ഞത് 1 ഡിഗ്രിയാണ് കൂട്ടുന്നതെങ്കിൽ 25 മുതൽ 30 ഡിഗ്രി വരെ കൂട്ടാൻ ആരൊക്കെ ശേഷിയുണ്ട്? മീഥേന് ശേഷിയുണ്ട്. CH4ന് ആ ശേഷിയുണ്ട്. നമ്മൾ അത് ആലോചിക്കണം. ഇനി അടുത്ത നൈട്രസ് ഓക്സൈഡ്, രണ്ടാമത്തെ നൈട്രസ് ഓക്സൈഡ് N2O. നൈട്രസ് ഓക്സൈഡ് N2O CO2വിനേക്കാൾ ഏകദേശം 250 മുതൽ 300 മടങ്ങാണ് ആർക്കുള്ളത്? നൈട്രസ് ഓക്സൈഡിന്. അപ്പോൾ ഏറ്റവും ശക്തമായിട്ടുള്ളത്, അതുകൊണ്ടാണ് പറഞ്ഞത് നൈട്രസ് ഓക്സൈഡ് മീഥേനേക്കാളും ശക്തമാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നൈട്രസ് ഓക്സൈഡ് കൊണ്ടുവരുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് 250 1 ഡിഗ്രിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂട്ടുന്നതെങ്കിൽ 250 ഡിഗ്രിയാണ് നൈട്രസ് ഓക്സൈഡ് കൂട്ടുന്നത്. അപ്പോൾ എത്രത്തോളം ആണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അപ്പം ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഓരോ 100 വർഷത്തിലാണ് അളക്കുന്നത്. ഒരു 100 വർഷത്തിൽ എത്ര ഡിഗ്രി കൂട്ടാൻ അല്ലെങ്കിൽ എത്ര മടങ്ങ് കൂട്ടാനുള്ള കഴിവ് നൈട്രസ് ഓക്സൈഡിനുണ്ട്? 250 മുതൽ 300 മടങ്ങ് വരെ കൂട്ടാനുള്ള കഴിവ് ഏതിനുണ്ട്? നൈട്രസ് ഓക്സൈഡിനുണ്ട്. 25 മുതൽ 30 മടങ്ങ് വരെ കൂട്ടാനുള്ള കഴിവ് ആരൊക്കെയുണ്ട്? മീഥേനുണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കുറവ് ചൂട് പിടിപ്പിക്കുന്നതിൽ ഏറ്റവും കുറവ് കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും മേലെയാണ് മീഥേൻ. അതിനേക്കാളും എത്രയോ മേലെയാണ്, 10 മടങ്ങ് മേലെയാണ് ഏതെന്ന് പറയുന്നത്? നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വയ്ക്കുക. GWP എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. അന്തരീക്ഷത്തിൽ ഒരു വാതകം, ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ്,
ഒരു ഹരിതഗൃഹവാതകം എത്രത്തോളമാണ് ചൂട് പിടിപ്പിക്കുന്നത്, ആ അളവ് കോലിനെയാണ് പറയുന്നത്. അത് അളക്കാനുള്ളൊരു മാനദണ്ഡത്തെയാണ് എന്തോന്ന് പറയുന്നത്, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിൻ്റെ അടിസ്ഥാന മാനദണ്ഡം എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മൂല്യം എത്രയാണ്, 1 ഇനി അത് എത്ര വർഷം കൂടുമ്പോൾ, ഒരു 20 വർഷം 100 വർഷം അല്ലെങ്കിൽ 500 വർഷം കൂടുമ്പോൾ, ആ സമയപരിധിയിലാണ് ഇത് അളക്കുന്നത്. ഇനി മീഥേൻ്റെ കാര്യം എടുക്കുമ്പോൾ മീഥേൻ കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ 25 മുതൽ 30 മടങ്ങ് വരെ ചൂട് പിടിപ്പിക്കും. ഇനി നൈട്രസ് ഓക്സൈഡിൻ്റെ കാര്യം പറയുമ്പോഴേക്കും 250 മുതൽ 300 മടങ്ങ് വരെ, കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും 250 മുതൽ 300 മടങ്ങ് വരെ കൂടുതലാണ് നൈട്രസ് ഓക്സൈഡിൻ്റെ കാര്യം. അപ്പോൾ ഒന്നുകൂടെ പറയാം, മീഥേൻ്റെ കാര്യം വരുമ്പോഴേക്കും മീഥേൻ 25 മുതൽ 30 മടങ്ങ് കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും ചൂട് പിടിപ്പിക്കും. ഈ നൈട്രസ് ഓക്സൈഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 250 മുതൽ 300 മടങ്ങ് വരെയാണ് കൂട്ടുന്നത്. അപ്പോൾ എത്രത്തോളം ആയിരിക്കും അതിൻ്റെ എഫക്റ്റ് എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. ഇനി ഇതിൻ്റെ പ്രാധാന്യം എന്താണ്, ഇതിൻ്റെ പ്രാധാന്യം ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാലാവസ്ഥ മാറ്റം പഠിക്കാൻ വേണ്ടി സഹായിക്കുന്നു. GWPയുടെ പ്രാധാന്യം എന്താണെന്ന്, കാലാവസ്ഥ മാറ്റം എത്രത്തോളമാണെന്ന് പഠിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. വിവിധ ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ ആഘാതം തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, മീഥേൻ ആണോ, നൈട്രസ് ഓക്സൈഡ് ആണോ, ഓസോൺ ആണോ, CFC ആണോ, ഏതാണ് ഏറ്റവും കൂടുതൽ അപകടകാരി എന്ന് അളക്കാൻ അല്ലെങ്കിൽ താരതമ്യം ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി GWP നമ്മളെ സഹായിക്കുന്നു. GWP നമ്മളെ എങ്ങനെയൊക്കെ സഹായിക്കുന്നു, അതിൻ്റെ പ്രാധാന്യം എന്തെന്നാണ്, കാലാവസ്ഥ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഈ ആഘാതം, ഒരു ഹരിതഗൃഹവാതകം ഉണ്ടാക്കുന്ന ആഘാതം എത്രത്തോളമാണെന്ന് താരതമ്യം ചെയ്ത് പഠിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അന്താരാഷ്ട്ര കരാറുകൾ, ക്യോട്ടോ പ്രോട്ടോകോൾ, GWP ഉപയോഗിച്ച് വാതകങ്ങളെ വിലയിരുത്തുന്നു. ക്യോട്ടോ പ്രോട്ടോകോൾ എന്തിനാണ്, ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എഫക്റ്റും കാര്യവും. അപ്പോൾ അത് GWP ഉപയോഗിച്ച് വാതകങ്ങളെ വിലയിരുത്തുന്നു. അപ്പോൾ GWP ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതെന്ന് ചോദിക്കാം, അന്താരാഷ്ട്ര കരാർ ഏതെന്ന് ചോദിക്കാം. GWP ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര കരാർ ഉദാഹരണം ഏതാണ്, ക്യോട്ടോ പ്രോട്ടോകോൾ. അപ്പോൾ GWP ഒരു വാതകം ഭൂമി എത്രത്തോളം ചൂടാക്കും എന്ന് കണക്കാക്കാൻ ഒരു പ്രധാന മാനദണ്ഡമാണ്. ഒരു വാതകം ഭൂമിയെ എത്രത്തോളം ചൂടാക്കും എന്ന് കണക്കാക്കുന്ന ഒരു പ്രധാന അടിസ്ഥാന അളവുകോലാണ് GWP അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആഗോള താപന സാധ്യത. അപ്പോൾ ഇത് പഠിച്ച് തന്നെ വയ്ക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, റിപ്പീറ്റായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അടുത്തതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് റാംസാർ കരാർ അല്ലെങ്കിൽ റാംസാർ സൈറ്റുകൾ. ഇന്ത്യയിൽ എത്രത്തോളം റാംസാർ സൈറ്റുകൾ ഉണ്ട്, അവയുടെ എണ്ണം, ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നതാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ കഴിഞ്ഞാൽ എന്നല്ല, മോൺട്രിയൽ പ്രോട്ടോകോളിൻ്റെ മേളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള കരാറാണ്, അന്താരാഷ്ട്ര കരാറാണ് ഏതെന്ന് പറയുന്നത് റാംസാർ കരാർ. ഇനി റാംസാർ സൈറ്റുകൾ എന്നാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ റാംസാർ കൺവെൻഷൻ 1971 ഇറാനിലെ റാംസാർ നഗരത്തിൽ വച്ച് ഒപ്പുവെച്ച കരാറാണ് എന്തോന്ന് പറയുന്നത്, റാംസാർ കരാർ. ലോകത്തിലെ പ്രധാന ചതുപ്പ് നിലങ്ങൾ, വെറ്റ്ലാൻഡ്സ് സംരക്ഷിക്കാനാണ്. തണ്ണീർത്തടങ്ങളും ഉണ്ട്, ചതുപ്പ് നിലങ്ങൾ, വെറ്റ്ലാൻഡ് സംരക്ഷിക്കാനാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇന്ത്യ ഈ കരാറിൽ ഒപ്പുവെച്ച വർഷം ചോദിക്കും 1982. കാരണം ഞാൻ ഈ വർഷങ്ങൾ പഠിച്ചു വയ്ക്കാൻ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് വരുമ്പോൾ വർഷങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകും. നമ്മൾ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതിനേക്കാളും കൺഫ്യൂഷനാണ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് വരുമ്പോഴേക്കും. കാരണം 1982 ആണോ 83 ആണോ 92 ആണോ, അപ്പോൾ അങ്ങനെ ചിലപ്പോൾ 2 ഓർമ്മ കാണും. അത് കഴിഞ്ഞുള്ള അതിന് മുന്നേ ഉള്ള നമ്പറായിരിക്കും ചിലപ്പോൾ ഓർത്തെടുക്കാൻ പറ്റാത്തത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ 1980 വരെ ഓർമ്മ കാണും. 83 ആണോ 4 ആണോ 2 ആണോ 1 ആണോ, അപ്പോൾ അത് മറന്നു. അപ്പോൾ വർഷം എഴുതി തന്നെ പഠിക്കണം. ഈ കരാറുകളുടെ വർഷം ഞാൻ നേരത്തെ മോൺട്രിയൽ പ്രോട്ടോകോളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഉള്ള അതേപോലെ തന്നെ ചോദിക്കാം. വർഷങ്ങൾ ക്വസ്റ്റ്യനിൽ എടുത്ത് ചോദിക്കാം സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴേക്കും. അപ്പോൾ ഒപ്പുവെച്ച വർഷം 1971. എല്ലാ രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ആദ്യമായിട്ട് ആ കൺവെൻഷൻ കൂടിയത് 1971 ഇറാനിലെ റാംസാർ എന്ന് പറയുന്ന നഗരത്തിൽ വെച്ച് അന്താരാഷ്ട്ര കരാർ ഒപ്പുവെച്ചു. എന്തിനാണ്? വെറ്റ്ലാൻഡ്സിൻ്റെ സംരക്ഷണം, ചതുപ്പ് നിലങ്ങളുടെ സംരക്ഷണത്തിനായാണ് ഈ കരാർ ഒപ്പുവെച്ചത്. ഇനി ഇന്ത്യ ഒപ്പുവെച്ച വർഷം ചോദിക്കും 1982. 1982 ഇന്ത്യ ഇതിൽ ഒപ്പുവെച്ച് ഈ കരാറിൽ ചേർന്നത്. അപ്പോൾ ഇന്ത്യയിലെ മറ്റു പ്രധാന റാംസാർ സൈറ്റുകൾ, ഈ സൈറ്റുകളെ എല്ലാം പഠിച്ചു വയ്ക്കുക എന്ന് ജസ്റ്റ് നോക്കി പോവുക. ചിലിക്കയുണ്ട്, കിയോലേഡയുണ്ട്, പിന്നെ ഊളാറുണ്ട്, കിയോലേഡയുണ്ട്, ചിലിക്കയുണ്ട്. അപ്പോൾ
ഇവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവയുടെ ഓരോരുത്തരും പ്രത്യേകതയുണ്ട്. ഇവ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റാംസാർ സൈറ്റുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകമാണ്. ലവണ തടാകം ചിലിക്കയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ചിലിക്കയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഊളാറാണ്. പക്ഷികളുടെ അഭയാരണ്യമാണ് ക്യുവലേഡിയോ. അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ. ഞാൻ പറയാറുള്ള പ്രൊനൗൺസിയേഷൻ ക്യുവലേഡിയോ എന്നാണ്. വേറെ പ്രൊനൗൺസിയേഷൻ ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞൂടാ. ശരി, ക്യുവലേഡിയോ നാഷണൽ പാർക്ക് പക്ഷികളുടെ അഭയാരണ്യം എന്നറിയപ്പെടുന്ന ഒരു റാംസാർ സൈറ്റാണ്. പിന്നെ ചിലിക്ക ലേക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകമാണ്. ഊളാർ ലേക്ക് എന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഊളാർ ലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകവും ചിലിക്ക തന്നെയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം മാത്രമല്ല, തടാകവും ഏതെന്ന് ചോദിച്ചാൽ അതും ചിലിക്ക തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതെന്ന് ചോദിച്ചാലും ലവണ തടാകം ഏതെന്ന് ചോദിച്ചാലും ഏറ്റവും വലിയ റാംസാർ സൈറ്റ് ഏതെന്ന് ചോദിച്ചാലും ഏറ്റവും വലിയ തണ്ണീർത്തടം ഏതെന്ന് ചോദിച്ചാലും എല്ലാത്തിനും ഒരേ ഉത്തരവേ ഉള്ളൂ. ഏതാണ്? ചിലിക്ക ലേക്കാണ്. എവിടെയാണ് ചിലിക്ക ലേക്ക്? എവിടെയാണ് ചിലിക്ക ലേക്ക്? ഒഡീഷയിലാണ്. ഒഡീഷയിലാണ് കേട്ടോ. ഇനി അടുത്ത് പക്ഷികളുടെ അഭയാരണ്യം എന്നറിയപ്പെടുന്നത് ക്യുവലേഡിയോയാണ്. അടുത്ത ഊളാർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജലം എന്ന് പറയുന്നത് ലവണത്തിൻ്റെ അംശമില്ലാത്ത ശുദ്ധജലം, ശുദ്ധമായിട്ടുള്ള ജലം. അത് ഏറ്റവും വലുത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതെന്ന് ചോദിച്ചാൽ ഊളാറാണ്. ഊളാർ ലേക്കാണ്. അപ്പോൾ ഇന്ത്യയിലെ തടാകങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് പഠിക്കുമ്പോഴേക്കും നമ്മൾ പ്രധാനമായിട്ടും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വേണം നമ്മൾ മനസ്സിലാക്കി വയ്ക്കാൻ. പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുന്നേ ഇന്ത്യയിലെ റാംസാർ സൈറ്റുകളുടെ എണ്ണത്തെക്കുറിച്ച് പഠിച്ചു വയ്ക്കണം. 2026 ഏപ്രിൽ മാസത്തോടുകൂടി 99 റാംസാർ സൈറ്റുകളാണ് ഇന്ത്യയിലുള്ളത്. 2026 ഏപ്രിലിലെ കണക്ക് പ്രകാരം. ഇതിൽ ലാസ്റ്റ് വന്നത് ഉത്തർപ്രദേശിലെ ഒരു പക്ഷി സങ്കേതമാണ്. യു പിയിലെ ഒരു പക്ഷി സങ്കേതമാണ്. ഇത് പഠിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ 98ഉം 97ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 98ഉം 97ഉം. 98ാമത്തെ സൈറ്റാണ് ചാരിദന്ത വെറ്റ്ലാൻഡ്. ചാരിദന്ത വെറ്റ്ലാൻഡും പിന്നെ 97ാമത്തത് പട്ന ബേർഡ് സാങ്ച്വറി. ഇതാണ് 98, 97. ഇത് രണ്ടും ജാനുവരി മാസത്തിലാണ്, ജാനുവരിയിലാണ് വന്നത്. ജാനുവരിയിൽ ആഡ് ചെയ്ത 2 റാംസാർ സൈറ്റുകളാണ്. 2026 ജാനുവരിയിൽ ആഡ് ചെയ്ത 2 റാംസാർ സൈറ്റുകളാണ് 97, 98ാമത്തെയും റാംസാർ സൈറ്റ്. ഇതിൽ പട്ന എന്ന് പറയുന്നത്, പട്ന കേൾക്കുമ്പോഴേക്കും ബീഹാർ എന്ന് തോന്നുമെങ്കിലും യു പിയിലാണ് പട്ന എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിലെ ആണ് പട്ന ബേർഡ് സാങ്ച്വറി നിലനിൽക്കുന്നത്. അതാണ് 97ാമത്തെ സൈറ്റ്. 98ാമത് ചാരിദന്ത വെറ്റ്ലാൻഡ്. അത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ് കേട്ടോ. ഗുജറാത്തിലാണ് അത്. അപ്പോൾ 2026 97, 99 പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. 2026 ഏപ്രിലാണ്, ഈ ഇടയ്ക്കാണ് വന്നത്. അത് യു പിയിലാണ്. 99ാമത്തത്. ഇന്ത്യയിൽ മൊത്തം ഇപ്പോൾ നിലവിൽ 99 റാംസാർ സൈറ്റുകളുണ്ട്. 98ാമത്തത് ഏതാണ്? ചാരിദന്ത വെറ്റ്ലാൻഡ് ഗുജറാത്തിലാണ്. 97ാമത്തത് പട്ന ബേർഡ് സാങ്ച്വറി ഉത്തർപ്രദേശിലാണ്. ഇത് രണ്ടും വന്നത് 2026 ജാനുവരിയിലാണ്. 2026 ജാനുവരി. ഇനി ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ളത്, ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ളത് തമിഴ്നാട്ടിലാണ്. 20 എണ്ണമാണ് ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ളത്. 2ാം സ്ഥാനം ഏതാണ്? യു പിക്കാണ്. 10+ ഉണ്ട്. അപ്പോൾ 1ാം സ്ഥാനം 2ാം സ്ഥാനം പഠിച്ചു വയ്ക്കുക. അത് ചോദിക്കും. ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള ഇന്ത്യയിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ തമിഴ്നാടും. 2ാം സ്ഥാനം ഏതിനുമാണ്? ഉത്തർപ്രദേശിനുമാണ്. അപ്പോൾ 2026 ഏപ്രിലിൽ ഡേറ്റാസ് കണക്കാക്കിയാൽ 99 റാംസാർ സൈറ്റുകൾ ഇന്ത്യയിലുണ്ട്. ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ 20 എണ്ണവും ഉത്തർപ്രദേശിൽ 10+ ഉണ്ട്. 11 കണ്ടുണ്ട്. അപ്പോൾ 10+ എന്തായാലും 10ൽ കൂടുതലുണ്ട്. 2ാം സ്ഥാനം ഉത്തർപ്രദേശിനാണ്. 1ാം സ്ഥാനം തമിഴ്നാടിനാണ്. 20 എണ്ണം ഉണ്ട്. ഇനി 2026 ഏപ്രിലിൽ ഉത്തർപ്രദേശിലെ ഒരു വെറ്റ്ലാൻഡാണ്, ഒരു ബാഡ് സാങ്ച്വറിയാണ് 99ാമത്തെ റാംസാർ സൈറ്റായിട്ട് പരിഗണിച്ചത്. 98ഉം 97ഉം പഠിക്കണം. കാരണം ജാനുവരിയിലായതുകൊണ്ട് ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ രീതിയിൽ ചോദിക്കാം. 98ാമത്തത് ചാരിദന്ത വെറ്റ്ലാൻഡാണ് ഗുജറാത്തിൽ. 97ാമത്തത് പട്ന ബേർഡ് സാങ്ച്വറി യു പിയിലുമാണ്. അപ്പോൾ 2026 ജാനുവരിയുടെ കണക്ക് പ്രകാരമാണ് കേട്ടോ. തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതലാണ് 20, യു പിയിൽ
10+. ഇനി ഇതിൻ്റെ പ്രാധാന്യമാണ്. എന്താണ് റാംസാർ സൈറ്റുകളുടെ പ്രാധാന്യം? ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നു, പക്ഷികൾക്കും ജലജീവികൾക്കും ആവാസ വ്യവസ്ഥ നൽകുന്നു, പ്രളയം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു, ഭൂഗർഭജലം നിലനിർത്തുന്നു. ചതുപ്പ് നിലങ്ങളുടെ നിലനിർത്തൽ അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങളുടെ നിലനിൽപ്പിലൂടെ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്? ജലസ്രോതസ്സുകൾ സംരക്ഷിക്കപ്പെടുന്നു, പറ്റി വരേണ്ട ഒരു അവസ്ഥ വരേണ്ടി വരില്ല. പക്ഷികൾക്കും ജലജീവികൾക്കും ആവാസ വ്യവസ്ഥ നൽകുന്നു. ഈ ദേശാടന പക്ഷികൾ ഇതിൻ്റെ ഈ തണ്ണീർത്തടങ്ങളുടെയും വെറ്റ്ലാൻഡ്സിൻ്റെയൊക്കെ ചതുപ്പ് നിലങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവയുടെ ദേശാടനവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവയുടെ ആ ആവാസ വ്യവസ്ഥ നിലനിൽക്കാത്തിടത്തോളം ഇവയുടെ ആവാസ വ്യവസ്ഥ നശിച്ചുകൊണ്ടിരിക്കും. ജലജീവികളായിരുന്നാലും ഇല്ലാതാകുമ്പോഴേക്കും പക്ഷികൾ കൂടുതലും ജലജീവികളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ ദേശാടന പക്ഷികൾ, അപ്പോൾ അവയ്ക്ക് എന്തുണ്ടാകും? ഈ ചതുപ്പ് നിലങ്ങളുടെയും തണ്ണീർത്തടങ്ങളുടെയും ഇല്ലായ്മ അവയെ ബാധിക്കും. അപ്പോൾ പക്ഷികളുടെയും ജലജീവികളുടെയും ആവാസ വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകും. പ്രളയം നിയന്ത്രിക്കാൻ വേണ്ടി ഒരു പരിധി വരെയൊക്കെ എന്ത് സഹായിക്കും? ഈ തണ്ണീർത്തടങ്ങളുടെയും ചതുപ്പ് നിലങ്ങളുടെയൊക്കെ സംരക്ഷണം നമ്മളെ സഹായിക്കും. മാത്രമല്ല ഭൂഗർഭജലം, അണ്ടർഗ്രൗണ്ട് വാട്ടർ നിലനിർത്താൻ ഒരു വാട്ടർ ടേബിൾ ഉണ്ട്. അതിന് താഴെ പോയി കഴിഞ്ഞാൽ വെള്ളം കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്. അപ്പോൾ ആ വാട്ടർ ടേബിൾ നിലനിർത്താനും ഈ ചതുപ്പ് നിലങ്ങളുടെയും തണ്ണീർത്തടങ്ങളുടെയും സംരക്ഷണം, ഈ റാംസാർ സൈറ്റുകളുടെ സംരക്ഷണത്തിലൂടെ നമുക്കത് സാധ്യമാകും. ചുരുക്കത്തിൽ റാംസാർ സൈറ്റുകൾ ഇന്ത്യയിലെ പ്രകൃതിദത്ത സമ്പത്തുകളാണ്. ഇവ സംരക്ഷിക്കുന്നത് പരിസ്ഥിതിക്കും മനുഷ്യജീവിതത്തിനും അത്യാവശ്യമാണ്. നമുക്കായിരുന്നാലും നമ്മുടെ ചുറ്റുപാടുകൾക്കായിരുന്നാലും റാംസാർ സൈറ്റുകളുടെ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ വലുതാണ്, വളരെ അത്യന്താപേക്ഷിതമാണ്. അത് നമുക്ക് ഉപേക്ഷിക്കാനോ അതിലൊരു ഉപേക്ഷണീയം കാണിക്കാനോ നമുക്ക് സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം ടോപ്പിക്കുകൾ, ഇപ്പോൾ പറഞ്ഞ ടോപ്പിക്കുകൾക്ക് പുറമേ എന്തെങ്കിലും പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മേഖലകളിൽ നിന്നാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിന് പുറമേ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളും, പിന്നെ അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അപ്പോൾ സാർവത്രിക ഈ ഗുരുത്വാകർഷണ നിയമം. അപ്പോൾ അത് F=G × m1 m2/r² എന്ന് പറയുന്ന ആ ഫോർമുലയും കാര്യമൊക്കെ അതെല്ലാം പഠിച്ചു വയ്ക്കണം. G(m1 m2/r²) ഇതിലെ ഓരോ ടേംസ് എന്താണെന്നുള്ളത് കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് സത്യം പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ നമുക്ക് റിപ്പീറ്റേഷൻ വരുന്ന ഭാഗങ്ങളെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പഠിക്കുക ഇതിൻ്റെ അകത്തുള്ള എല്ലാം. പിന്നെ ISROയുടെ ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക. താങ്ക് യു.